അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ്, മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്, ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ചും സൂഫി മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഭക്തി മൂവ്മെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭക്തി മൂവ്മെൻറ്റിലെ രണ്ട് കാര്യം അല്ലേ, ഭക്തി മൂവ്മെൻറ്റ് തമിഴ്നാടും ഭക്തി മൂവ്മെൻറ്റ് കർണാടക പഠിക്കാറുണ്ട്, സൗത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെൻറ്റ്സിൽ. ഓക്കെ, ഭക്തി മൂവ്മെൻറ്റ് സൗത്ത് ഇന്ത്യയിലെ രണ്ട് സ്ഥലത്താണ് ഭക്തി മൂവ്മെൻറ്റ്സ് നടന്നത്. എവിടെയൊക്കെയാണ്? ഒന്ന് തമിഴ്നാട്ടിലും മറ്റേത് നടന്നത് കർണാടകയിലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഭക്തി മൂവ്മെൻറ്റ് തമിഴ്നാട്, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്? ഓക്കെ, വളരെ ഷോർട്ടായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യമാണ് അതിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളതാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഭക്തി മൂവ്മെൻറ്റ് തമിഴ്നാട്ടിലെ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ആൽവാർസ് ആൻഡ് നയനാർസ്. ആരൊക്കെയാണ്? ആൽവാർസ് നയനാർസ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായത്. ഇനി ആൽവാർസ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ആൽവാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു? വിഷ്ണു ഭക്തരായിരുന്നു. ഓക്കെ, ആൽവാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭക്തരായിരുന്നു. ആൻഡ് ദ നയനാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവർ ശിവഭക്തരായിരുന്നു. ഓക്കെ, ആൽവാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറിപ്പോകല്ലേ. ഓക്കെ, ആൽവാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭക്തരായിരുന്നു. ആൻഡ് ദെൻ നയനാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭക്തരുമായിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, അവിടെ പഠിക്കാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഭക്തി മൂവ്മെൻറ്റ് കർണാടകയിലോട്ട് വരികയാണ്. ഭക്തി മൂവ്മെൻറ്റ് കർണാടകയിലോട്ട് വരുമ്പം അവിടെ ഭക്തി മൂവ്മെൻറ്റ് കർണാടകയിൽ ആരായിരുന്നു ലീഡർ? ബസവണ്ണയായിരുന്നു ലീഡർ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഭക്തി മൂവ്മെൻറ്റ് കർണാടക, അതിൽ ബസവണ്ണയായിരുന്നു ലീഡർ. ബസവണ്ണ നയിച്ച മൂവ്മെൻറ്റിൻ്റെ പേരെന്താണ്? വീരശൈവ മൂവ്മെൻറ്റ്. എന്താണ് മൂവ്മെൻറ്റ് പേര്? വീരശൈവ മൂവ്മെൻറ്റ് എന്നായിരുന്നു. ഓക്കെ, ആൻഡ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനുഭവ മണ്ഡപം. അതായത് ബസവണ്ണയുടെ നേതൃത്വത്തിൽ നമ്മുടെ കർണാടകയിൽ നടത്തിയ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അതായത് പല കാസ്റ്റിൽ പല തരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്ന ആൾക്കാരെ എല്ലാം കൂടി ഒരുമിച്ചിരുത്തി അവരെന്ത് ചെയ്യുന്നുണ്ട്, ചർച്ചകൾ നടത്തിയിരുന്നു, ഡിസ്കഷൻസ് നടത്തിയിരുന്നു. അതിന് പറയുന്ന പേര് അനുഭവ മണ്ഡപം എന്നാണ്. എന്താണ് പറയുന്നത്? അനുഭവ മണ്ഡപം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയുമാണ് ഭക്തി മൂവ്മെൻറ്റ് സൗത്ത് ഇന്ത്യയെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലും കർണാടകയിലും നടന്നു. തമിഴ്നാട്ടിൽ ആൽവാർസ് ആൻഡ് നയനാർസ് ഉണ്ടായിരുന്നു. ആൽവാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭക്തരും നയനാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭക്തരുമായിരുന്നു. ആൻഡ് ദെൻ രണ്ട് കാര്യം കർണാടകയിൽ ഉണ്ടായിരുന്നു. ഭക്തി മൂവ്മെൻറ്റ് കർണാടകയിൽ ബസവണ്ണയായിരുന്നു ലീഡർ. അവർ നടത്തിയ മൂവ്മെൻറ്റ് വീരശൈവ. അവർ ഡിസ്കഷൻസ് നടത്തിയ വേദിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിരുന്നു? അനുഭവ മണ്ഡപം. സെറ്റല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോവുകയാണ്. ഇനി നിങ്ങളോട് ചോദിക്കാൻ സാധ്യത, ബസവണ്ണ അല്ലെ, കർണാടകയിൽ ബസവണ്ണ നടത്തിയ വീരശൈവ മൂവ്മെന്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ആ മൂവ്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഓക്കെ, അപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റൻ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് പഠിക്കണം? ഒന്നാമത്തെ കാര്യം, ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ്. എന്ത് ചെയ്യുന്നുണ്ട്? ശൈശവ വിവാഹത്തെ അദ്ദേഹം എതിർത്തു. 3 പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം ശൈശവ വിവാഹത്തെ അദ്ദേഹം എതിർത്തു. രണ്ടാമത് എന്താണ് പറഞ്ഞത്? എൻകറേജ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റീമാരേജ്. എന്ത് ചെയ്യണം? പ്രായപൂർത്തിയായ ശേഷം അല്ലെ, അങ്ങനെ കുട്ടികൾ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോൾ കല്യാണം കഴിച്ചാൽ മതി, കുറച്ചൊക്കെ പ്രായപൂർത്തിയായിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നല്ലേ. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ചൈൽഡ് മാരേജിന് അദ്ദേഹം ശൈശവിവാഹം വേണ്ട, അപ്പോൾ എപ്പോഴാണ് കല്യാണം കഴിക്കേണ്ടത്? പ്രായപൂർത്തിയായിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള പ്രായപൂർത്തിയായ ശേഷം വിവാഹം കഴിക്കുക. ആൻഡ് ദെൻ വിഡോ റീമാരേജ്, വിധവകളുടെ പുനർവാഹത്തെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ദെൻ എന്ത് ചെയ്തു? കൺവിൻസ്ഡ് പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക്. എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ജോലി, അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി. അപ്പം എന്ത് ഓർത്താൽ മതി? ശൈശവിവാഹത്തെ എതിർത്തു, പ്രായപൂർത്തിയായ ശേഷമുള്ള വിവാഹമാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. അതിന് കല്യാണം കഴിക്കണമെങ്കിൽ നല്ലൊരു ജോലി വേണം അല്ലെ, അധ്വാനത്തിൻ്റെ മഹത്വം എന്താണെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ കാണിച്ചു തന്നു. അപ്പം അങ്ങനെ ഓർത്താൽ മതി. അപ്പം ശൈശവിവാഹത്തെ എതിർത്തു, പ്യൂബർട്ടി മാരേജ് അല്ലെ, പ്രായപൂർത്തിയായ ശേഷം വിവാഹം മതി എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ എന്ത് ചെയ്തു? ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ, അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവിടെ വ്യക്തമാക്കി. ആൻഡ് ദെൻ മറ്റൊരു പോയിന്റ് പറയുകയാണെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വത്തെ അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് അന്നത്തെ കാലത്ത് ബ്രാഹ്മൺസിന്, ഹയർ കാസ്റ്റ് മാത്രമേ പറയുന്ന റിച്വൽസ്, ആരാധനകൾ നടത്താൻ പറ്റുള്ളൂ, അതിനെ അദ്ദേഹം അവിടെ ചോദ്യം ചെയ്തു. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു 3 പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ഏതൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ബസവണ്ണ മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, സെറ്റല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഭക്തി മൂവ്മെന്റ് നമ്മൾ എന്ത് ചെയ്തു? സൗത്ത് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്തി മൂവ്മെന്റ് നോർത്ത് ഇന്ത്യയാണ് നോക്കാൻ പോകുന്നത്. ഭക്തി മൂവ്മെന്റ് നോർത്ത് ഇന്ത്യയിൽ 2 പേരുടെ പേരാണ് നിങ്ങൾ അവിടെ ഓർത്തിരിക്കുന്നത്. ആരൊക്കെയാണ് 2 പേരുടെ പേര്? കബീർ ആൻഡ് ഗുരുനാനക്. ഓക്കെ, ആരൊക്കെയാണ്? കബീറും ഗുരുനാനക്കും. ഇവരാണ് ഭക്തി മൂവ്മെന്റ് നോർത്ത് ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്ത്. ഓക്കെ, ഉത്തരേന്ത്യയിൽ ഭക്തി മൂവ്മെന്റ് അതിൻ്റെ ആശയങ്ങൾ
ആശയങ്ങളെ പ്രചരിപ്പിച്ച 2 പേരാണ്, ഒന്ന് കബീറും മറ്റേത് ഗുരു നാനാക്കും. അപ്പൊ ഇവരുടെ കുറെ ഐഡിയാസ് നിങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും കബീറിനെ കുറിച്ചോ അല്ലെ ഗുരു നാനാക്കിനെ കുറിച്ചോ ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യാം, കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ആയ രീതിയിൽ മിസ് ഒരു കാര്യം പറഞ്ഞു തരാം. 2 പേരുടെയും കൂടെ കോമൺ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കബീറിനെ കുറിച്ച് ചോദിച്ചാലും ഗുരു നാനാക്കിനെ കുറിച്ച് ചോദിച്ചാലും എന്ത് ചെയ്യാം, എഴുതാനായിട്ട് പറ്റും. ഓക്കെ, കാരണം ഇവരുടെ ആശയങ്ങൾ സെയിം ആണ്, ഇവർ ഭക്തി മൂവ്മെന്റ് ആണ് നയിച്ചത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കോമൺ ആയിട്ട് ഒരു 3 പോയിന്റ്സ് പഠിച്ചു വെക്കാം. ഒരു 3 മാർക്കിനെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, 3 പോയിന്റ്സ് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ കബീറിനെ കുറിച്ച് ചോദിച്ചാലും ഗുരു നാനാക്കിനെ കുറിച്ച് ചോദിച്ചാലും എന്ത് ചെയ്യാം, നമുക്കിത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം ദ ഐഡിയ ഓഫ് ഇക്വാളിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നെസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. ഇതെല്ലാം ഓർത്തിരിക്കണമെന്നില്ല. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കബീറും ഗുരു നാനാക്കും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ എന്ത് ചെയ്തത്, സ്പ്രെഡ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തത്, അവർ ഇക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നെസ്, റിലീജിയസ് ടോളറൻസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്തു, മുന്നോട്ട് അവരുടെ ഐഡിയാസ് വെച്ചു. അതായത് എല്ലാവരും സ്നേഹിക്കണം, അല്ലെ, മനസ്സിൽ നന്മയുണ്ടാകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ആൻഡ് ദെൻ ക്രിറ്റിസൈസ്ഡ് ഓൾ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. എന്ത് ചെയ്യുന്നുണ്ട്, അതായത് അവർ പറഞ്ഞു നന്മയാണ് വേണം, മറ്റു എല്ലാവരും ബ്രദേഴ്സിനെ പോലെ കാണണം, ഏത് റിലീജിയൻ ആയാലും എല്ലാവരും ഒരുപോലെ ആയിരിക്കണം, അങ്ങനെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അറ്റ് ദ സെയിം ടൈം ക്രിറ്റിസൈസ്ഡ് ഓൾ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനെ ക്രിട്ടിസൈസ് ചെയ്തു. ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റേസ്, അല്ലെ, അത് കാസ്റ്റിന്റെ ബേസിലായാലും റിലീജിയന്റെ ബേസിലായാലും വെൽത്തിന്റെ ബേസിലായാലും ജെൻഡറിന്റെ ബേസിസിലായാലും എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളെ അവരവിടെ എതിർത്തു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാന്തര ചടങ്ങ്, വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണ് എന്ന് അവർ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് അവർ പ്രോത്സാഹിപ്പിച്ചത്, ജാതി, മതം, വർണ്ണം, മഹിമ, കുടുംബ സമ്പത്ത് തുടങ്ങിയ അടിസ്ഥാനമൊക്കെയുള്ള എല്ലാ തരം വിവേചനങ്ങളെയും എതിർത്തു. ഓക്കെ, അപ്പൊ ജെൻഡറിനെ, ഇത് ഡിസ്ക്രിമിനേഷൻ, അതായത് ഒരു തരത്തിലുള്ള ജാതിയെ ബേസ് ചെയ്തോ, കാസ്റ്റിനെ ബേസ് ചെയ്തോ, റിലീജിയനെ ബേസ് ചെയ്തോ, മതത്തെ ബേസ് ചെയ്തുള്ള വിവേചനങ്ങളെ അവരെതിർത്തു. ഓക്കെ, അതാണ് ഒന്നാമത് ചെയ്ത കാര്യം. പിന്നെ അവരെന്താണ് ചെയ്ത കാര്യം, അവരെന്തൊക്കെ കാര്യം വേണമെന്ന്, പരസ്പരം എല്ലാവരും സ്നേഹിക്കണം, പരസ്പരം എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദേഴ്സിനെ പോലെ, സഹോദരന്മാരെ പോലെ പരസ്പരം എല്ലാവരെയും കാണണം. അതാണ് രണ്ടാമത് അവർ പറഞ്ഞ കാര്യം. പിന്നെ എന്താണ്, പിന്നെ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഈ മതപരമായ കുറെ ചടങ്ങുകൾ അവർ എതിർത്തു. അല്ലെ, അതായത് മനുഷ്യന്റെ പ്രവൃത്തിയാണെന്നല്ല, മതപരമായ ചടങ്ങുകൾ അല്ല എന്ന് അവർ പറഞ്ഞു. എഗൈൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. എന്ത് ചെയ്യുന്നുണ്ട്, മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ എതിർത്തു. അതായത് മതങ്ങൾ കുറെ അധികം ഇങ്ങനെയുള്ള കുറെ ചടങ്ങുകൾ ചെയ്യുന്നതിന് എതിരെ കബീറും ഗുരു നാനാക്കും 2 പേരും അതിന് എതിർത്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ യെസ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇവർ കുറെ മതപരമായ ചടങ്ങുകൾ എതിർത്തു, പകരം എല്ലാവരും സ്നേഹിക്കണം, സഹോദരന്മാരെ പോലെ കാണണം എന്നാണ് അവർ മുന്നോട്ട് വെച്ച ആശയം. പിന്നെ എന്തുണ്ട്, സമൂഹത്തിലുള്ള വിവേചനങ്ങളെ, ഡിസ്ക്രിമിനേഷനെ, എന്തിന്റെ ബേസിസിലായാലും ഒരു ഡിസ്ക്രിമിനേഷനും സൊസൈറ്റിയിൽ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവർ സ്പ്രെഡ് ചെയ്ത മറ്റൊരു ആശയം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ യെസ്. അപ്പൊ നമ്മൾ ഭക്തി മൂവ്മെന്റ് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ കണ്ടു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഭക്തി വുമൺ ആൻഡ് ഭക്തി മൂവ്മെന്റ്സ്. ഓക്കെ, ഭക്തി മൂവ്മെന്റിൽ സ്ത്രീകൾ ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാരണം മീരാബായി. ആരാണ് മീരാബായി? മീരാബായിയുടെ പ്രശസ്തമായ രചന ഏതാണ് ഭജനാസ്, അല്ലെ, കൃഷ്ണ ഭക്തിയായിരുന്നു. അപ്പൊ മീരാബായി ഏതാണ് ചെയ്തത്, ഭജനാസ് രചിച്ചത് മീരാബായി ആണ്. ഓക്കെ, ഭജനാസ്, അത് ഓർത്തിരിക്കുക. ഇനിയുള്ള കാരക്കാൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ. ആരൊക്കെയാണുള്ള കാരക്കാൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ. ഇവർ ഏത് സ്ക്രിപ്റ്റിലാണ് എഴുതിയത്, ഇവർ ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാരായിരുന്നു? തമിഴ്. ഭക്തി മൂവ്മെന്റിൻ തമിഴ്നാടുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഭക്തി മൂവ്മെന്റിൻ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഓക്കെ, ആൻഡ് ദെൻ അക്ക മഹാദേവി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അക്ക മഹാദേവി വീരശൈവ മൂവ്മെന്റുമായിട്ട്, കർണാടകയിലെ വീരശൈവ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് അക്ക മഹാദേവി. ഓക്കെ, അപ്പൊ മീരാബായി കൃഷ്ണ ഭജന, കാരക്കാൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ തമിഴ്നാട്ടിൽ ഉള്ള 2 പ്രശസ്തരായ അതായത് ഭക്തി മൂവ്മെന്റിൻ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അക്ക മഹാദേവി ഭക്തി മൂവ്മെന്റിൻ കർണാടക വീരശൈവ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ആളാണ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്തത്, വിമൻസ് ഇൻ ഭക്തി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം. ഓക്കെ, ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കുകയാണ്. ഏതാണ് നമ്മൾ പഠിക്കാനുള്ളത്? സൂഫി മൂവ്മെന്റിനെ കുറിച്ച്. ഓക്കെ, സൂഫി മൂവ്മെന്റ് എന്താ? ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫിനാണ് അവിടെ എന്ത് ചെയ്തത്, സൂഫി മൂവ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, സൂഫി മൂവ്മെന്റ് എന്തിനാണ്? ആത്മീയ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റ കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. 4 കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഭക്തി മൂവ്മെന്റിലെ ഗുരുവിനെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്?
പിർ എന്നാണ് പറഞ്ഞത്. പിർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞു. ഭക്തി മൂവ്മെന്റിലെ ഗുരുവിന് എന്താണ് പറഞ്ഞത്? പിർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞു. ഫോളോവേഴ്സിന് എന്താണ് പറഞ്ഞത്? മുരിദ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫോളോവേഴ്സിന് എന്താണ് പറഞ്ഞത്? മുരിദ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി അവർ താമസിച്ചിരുന്ന സ്ഥലത്തെ എന്താണ് വിളിച്ചുകൊണ്ടിരുന്നത്? ഖാൻഗാസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്താണ്? ഖാൻഗാഹുകൾ എന്നാണ് വിളിച്ചത്. ഓക്കെ. ആൻഡ് ദെൻ അവരുടെ ഗാനത്തെ എന്താണ് വിളിച്ചത്? കാവാലിസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാവാലിസ് എന്നാണ് അവരുടെ ഗാനത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. അവർ താമസിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ സെന്റർ സ്ഥലത്തെ ഖാൻഗാസ് എന്ന് വിളിച്ചു. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചാപ്റ്റർ എൻ്റയർ ചാപ്റ്റർ നമ്മളവിടെ കവർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ, തമിഴ്നാട്ടിലും കർണാടകയിലും പഠിക്കണം. അവിടുത്തെ ലീഡേഴ്സിന്റെ കാര്യം ആൽവാർസ്. തമിഴ്നാട്ടിൽ 2 ഗ്രൂപ്പ്, ആൽവാർസ് ആൻഡ് നൈനാസ്. കർണാടകയിൽ വീരശൈവ മൂവ്മെന്റ്. ദെൻ ഭക്തി മൂവ്മെന്റ് ഇൻ നോർത്ത് ഇന്ത്യ നമ്മൾ കണ്ടു. ഉത്തരേന്ത്യയിൽ അവിടെ കബീറിന്റെയും ഗുരുനാനാക്കിന്റെ ഐഡിയാസ് നമ്മൾ പഠിച്ചു. ദെൻ ഭക്തി മൂവ്മെന്റിൽ സ്ത്രീകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. സ്ത്രീകളും ഭക്തി പ്രസ്ഥാനവും നമ്മൾ പഠിച്ചു. ആൻഡ് ദെൻ സൂഫി പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ്. സ്പിരിച്വൽ ലൈഫിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ എൻ്റെ ചാപ്റ്റർ നമ്മളവിടെ പഠിച്ചു കഴിയുകയാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് പോലും ഈ ചാപ്റ്ററിൽ നിന്ന് നഷ്ടപ്പെടുത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്ന കാര്യം ഉറപ്പാക്കിയിട്ട് എക്സാമിന് അടിപൊളി എക്സാം എഴുതാം. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.